അക്ഷരങ്ങളെ പ്രേമിക്കുന്നവർക്ക്, ബുക്കുകളെ സ്നേഹിക്കുന്നവർക്ക്, എഴുത്തുകളെ പ്രണയിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു അവസരമാണ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ. അപ്പോൾ ആ ഒരു സന്ദർഭം ഇതാ വീണ്ടും ഈ വർഷം വന്നണയുകയാണ്. 44ാമത്തെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ നവംബർ 5 മുതൽ 16 വരെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അവിടെ പോകാം. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം, ഇല്ല നേരിട്ട് തന്നെ അവിടെ പോകാൻ പറ്റും. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള എൻട്രിയാണ്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും പ്രസാധകരെയും എഴുത്തുകാരെയും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളെ നിങ്ങൾക്ക് അവിടെ കാണാനും എൻജോയ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എഴുത്തുകാർ സൃഷ്ടിക്കപ്പെടുന്ന, പിറക്കുന്ന ഒരു വേദി കൂടിയാണ്, ഒരുപാട് പ്രകാശനങ്ങൾ നടക്കുന്ന ഒരു വേദി കൂടിയാണ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കാറോ അതല്ലെങ്കിൽ പോകാനുള്ള ഒരു സംവിധാനമോ ഇല്ലാത്തവർക്ക് ദുബായിൽ നിന്നും അജ്മാനിൽ നിന്നും ഫ്രീ ആയിട്ട് ഷട്ടിൽ ബസ്സുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദുബായ് റാഷിദിയ ബസ് സ്റ്റേഷനിൽ നിന്നും അതേപോലെ തന്നെ അജ്മാൻ സിറ്റി സെന്ററിൽ നിന്നുമാണ് ബസ് ഷട്ടിൽ സർവീസ് നടപ്പിലാക്കുന്നത്. ഒരു ദിവസം 3 സമയങ്ങളിലായിട്ടാണ് അവിടെ നിന്ന് പുറപ്പെടുക. അതുപോലെ 3 സമയങ്ങളിലാണ് തിരിച്ചു വരിക. രാവിലെ 9 മണി, ഉച്ചക്ക് 1 മണി, അതേപോലെ 5 മണി. 3 ട്രിപ്പുകളാണ് ഷാർജ എക്സ്പോയിലേക്ക് പോകുന്നത്. അതുപോലെ തിരിച്ചവിടെ നിന്ന് 12 മണിക്കും 4 മണിക്കും രാത്രി 9 മണിക്കും 3 ബസ്സുകൾ തിരിച്ചു വരും. ഇതാണ് ഷട്ടിൽ ബസ്സുകളുടെ സമയക്രമം. ഇതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല കാലാവസ്ഥയിലേക്ക് ബോട്ട് വഴിയും നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് ഫെസ്റ്റിവലിലേക്ക് പോകാൻ പറ്റും. ദുബായിൽ നിന്നാണത്. ദുബായ് അൽ ഗുബൈവ മറൈൻ സ്റ്റേഷനിൽ നിന്നും ഷാർജ അക്വേറിയം മറൈൻ സ്റ്റേഷൻ വരെയാണ് ഇത് പോകുന്നത്. FR5 എന്ന മറൈൻ ട്രാൻസ്പോർട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഷാർജ അക്വേറിയത്തിൽ നിന്നും ദുബായ് ഗുബൈവ വരെ ഇത് 7 മണി രാവിലെ, 8:30 മണി, അതേപോലെ 1 മണി, 4:45 വൈകുന്നേരം, പിന്നെ 6:15 ഇങ്ങനെ സമയങ്ങളിലാണ്. ഫ്രൈഡേസിലാണെങ്കിൽ 7 മണി, 8:30, 2 മണി, 4 മണി, 6 മണി. പിന്നെ വീക്കെൻഡ് ആണെങ്കിൽ 2 മണിക്കും 4 മണിക്കും 6 മണിക്കും 9 മണിക്കും ഇങ്ങനെയാണ് സമയക്രമം പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ വർഷം 18 ലക്ഷത്തിന് അടുത്ത് ആളുകൾ സന്ദർശിച്ച, ഏതാണ്ട് 200-ലധികം രാജ്യക്കാർ പങ്കെടുത്ത വലിയൊരു ഉത്സവമായിരുന്നു കഴിഞ്ഞ വർഷം നടന്നത്. അതിനേക്കാൾ കൂടുതൽ ആൾ വരുമെന്നാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ സമയക്രമങ്ങളിലൊക്കെ മാറ്റത്തിന് വിധേയമാവാം. അത് നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അവിടേക്ക് പോവുകയും വരികയും ചെയ്യാം എന്ന് അറിയിക്കുന്നു. എന്തായാലും ഒരുപാട് അക്ഷരപ്രേമികളെ നമുക്ക് ഒരുമിച്ച് കാണാം. പ്രത്യേകിച്ച് മലയാളി എഴുത്തുകാരെയും മലയാളി എഴുത്തിനെ ഇഷ്ടപ്പെടുന്നവരെയും. മുനീർ അൽ വഫ, വിത്ത് ലവ്.